ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ആദ്യമായി മോഹൻലാൽ പ്രതികരിച്ചപ്പോൾ പലരും അതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത്. മോഹൻലാലിൽ നിന്നും ഇങ്ങനെയൊരു പ്രതികരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ആദ്യം തന്നെ മോഹൻലാൽ പറഞ്ഞിരുന്നു താൻ വളരെയധികം ബിസിയായിരുന്നു എന്നും തന്റെ ഭാര്യയുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി തനിക്ക് ചെന്നൈയിലേക്ക് നിൽക്കേണ്ടി വന്നെന്നും അതുകൊണ്ടാണ് പ്രതികരിക്കാൻ ഇത്രയും നാളായതെന്നും മോഹൻലാൽ പറഞ്ഞു. മാത്രമല്ല ഹേമ കമ്മിറ്റിയിൽ എന്താണ് പരാമർശിച്ചിട്ടുള്ളതെന്നും ആരുടെയൊക്കെ പേരുകളുണ്ടെന്നും ആരൊക്കെയാണ് പരാതിക്കാരികളെന്നോ ഒന്നും തന്നെ ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ മാധ്യമക്കാരെ പോലെ തന്നെ ഞങ്ങൾക്കും ഇതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. അതിപ്പോൾ കോടതിയിലിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ വിളിക്കുകയും ഞാൻ പോയി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ആരുടെയൊക്കെ പേരുകളുണ്ടെന്ന് ഇതുവരെ എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് താൻ എങ്ങനെ പ്രതികരിക്കാനാണ് എന്നാണ് മോഹൻലാൽ ചോദിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ കോടതിയും നിയമവും സർക്കാരും ഒക്കെ ഉണ്ട്. ഈ ഒരു കാരണത്തിൽ സിനിമാ മേഖലയിൽ മാത്രമല്ല പുറത്തും ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ അധികാരത്തിൽ ഇരിക്കുന്നവർ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. എന്തു വന്നാലും അമ്മ പ്രതികരിക്കണം. അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിൽ അമ്മ എന്താണ് ചെയ്യേണ്ടത്? അമ്മ എന്നത് സിനിമാ സംഘടനയാണ്. അതിന്റെ അകത്തുള്ള വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. മാത്രമല്ല പവർ ഗ്രൂപ്പിനെ കുറിച്ചും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്ക് പവർ ഗ്രൂപ്പിൽ അംഗമില്ലെന്നും താൻ പവർ ഗ്രൂപ്പിന്റെ ആളല്ലെന്നും അങ്ങനെ ഒരു സംഭവം ഇതുവരെ താൻ കേട്ടിട്ടില്ല എന്നാണ് മോഹൻലാലിന്റെ പ്രതികരണം. കൂടുതൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്കതിനുള്ള മറുപടി നൽകാൻ സാധിക്കില്ലെന്നും മോഹൻലാൽ പറഞ്ഞുകൊണ്ടാണ് വേദിയിൽ നിന്നും ഇറങ്ങിയത്. മോഹൻലാൽ പറഞ്ഞ ഈ ഒരു ന്യായീകരണം അല്ലെങ്കിൽ മോഹൻലാലിന്റെ പ്രതികരണം എങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്ന് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളും ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യുക.